കണ്ടില്ല, ടവലൊക്കെ മടക്കുമ്പോൾ നല്ലതായിട്ട് മടക്കി എങ്ങനെ ചുരുട്ടി വെച്ചാലും ഒരു കുഴപ്പവും പറ്റത്തില്ല. വളരെ സോഫ്റ്റായ ഒരു സമോസ ഷീറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി കറിയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ സമോസ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ ഇടുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിക്കുന്നുണ്ട്. കോൺ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം അനുസരിച്ചാണ് പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഒഴിക്കുന്നത്. ഇത് അധികം അങ്ങ് ലൂസാകാനും അധികം അങ്ങ് ടൈറ്റ് ആകാനും പാടില്ല. അതുകൊണ്ട് വെള്ളം നല്ല ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു സമോസ ഷീറ്റ്, ഇതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക്, ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. 2 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ആ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയുള്ളൂ. ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ തവയുടെ വലുപ്പം അനുസരിച്ചുള്ള വരത്തക്ക രീതിയിൽ ആയിരിക്കണം ഉരുളകൾ പരത്താനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 2 എണ്ണം പരത്തി വെച്ചു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയതേ ഉള്ളൂ. അതിലേക്ക് ബ്രഷ് കൊണ്ട് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് മറ്റേ പരത്തി വെച്ചിരിക്കുന്ന ഡോ എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഒന്നുകൂടെ പരത്തി നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി എടുക്കണം.
ഞാനിവിടെ 2 എണ്ണം വെച്ച് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 3-4 എണ്ണം ഒരുമിച്ച് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഉള്ളിലുള്ളത് നന്നായിട്ട് ഒട്ടിപ്പോവും. അപ്പോൾ അത് പിന്നെ വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് 2 എണ്ണം വെച്ച് ഒരുമിച്ചാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ അതിന് 2 എണ്ണം വെച്ച് അങ്ങനെ പരത്തി എടുത്തിട്ട് അതിനെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അധികം വേവൊന്നും വേണ്ട. തവ ചൂടായിട്ട് നല്ലപോലെ ചൂടായിട്ട് തീ സിമ്മേ വെക്കണം. എന്നിട്ട് നമ്മുടെ പരത്തി വെച്ചേക്കുന്ന ഷീറ്റ് ഇടണം. ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ബബിൾ പോലെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഓക്കെ ആയി, നമുക്കത് വാങ്ങാവുന്നതാണ്. അധികം ചൂട് കൂടി പോയാൽ അത് പെട്ടെന്ന് കട്ടിയായിട്ട് പോവും. അതുപോലെ തവ നന്നായിട്ട് ചൂടായിട്ട് വേണം, സിമ്മയിലാക്കിയിട്ട് വേണം ഇടാൻ. അല്ലെങ്കിലും അത് കട്ടിയായിട്ട് പോവും, അത് ശരിയായിട്ട് കിട്ടത്തില്ല. ആദ്യം അങ്ങ് മൊരിഞ്ഞു പോയരുത്. മൊരിഞ്ഞു പോയാൽ അത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മൊരിഞ്ഞു പോകാതെ ബബിൾ വരുന്ന സമയത്ത് തന്നെ അത് വാങ്ങണം. ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. നമ്മൾ 2 എണ്ണം വെച്ചാണല്ലോ എടുത്തത്, അതുകൊണ്ടൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ചിലത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളക്കി മാറ്റാൻ പറ്റും. ചിലത് അറ്റം നന്നായിട്ട് യോജിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊന്ന് പിച്ചാത്തിട്ട് വെച്ചൊന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോഴും നമുക്കത് ഇളക്കി മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണ്ടിയ ഷേപ്പിൽ നമുക്ക് റോളായിട്ടോ ഷീറ്റായിട്ടോ കട്ട് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ നമുക്ക് 3-4 ദിവസം സൂക്ഷിക്കാം. പിന്നെ ഫ്രീസറിൽ 1 മാസത്തോളം സൂക്ഷിച്ച് എടുത്ത് വെക്കാവുന്നതാണ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.